മസ്തിഷ്ക മരണം. ഈ പേര് പറയാൻ തന്നെ പാടാണ്. ഇനി കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നി. കൃഷാന്തിന്റെ സിനിമകളുടെ പേര് പറയാൻ തന്നെ കടുകട്ടിയാണ്. കാരണം എല്ലാ പടങ്ങളും ഇപ്പം ആദ്യത്തെ പടമൊക്കെ ഇഷ്ടംപോലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. ആവാസ വ്യൂഹം, ഇങ്ങനെ കുറേ സിനിമകൾ എല്ലാം എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഇതിന് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ആദ്യമായിട്ടാണ് ഇതിൻ്റെ പടം തിയേറ്ററിൽ റിലീസാകുന്നത്. മസ്തിഷ്ക മരണം റിലീസാകുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളതെല്ലാം OTT-യിലാണ് വന്നത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു അത്യാവശ്യം ഒരു ഫാനാണ്. കാരണം വെറൈറ്റി തീം നല്ല പോലെ എടുക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ, അതായത് കൃഷാന്തിൻ്റെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് എല്ലാവർക്കും ഒന്നും വർക്കാവുന്ന സിനിമയല്ല. കുറേ പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ല കുറേ കോമഡിയും ഒക്കെ ഉണ്ട്. പക്ഷെ ആ കോമഡി വർക്കാകുന്ന കുറേ പേര് കാണും, വർക്കാകാത്ത കുറച്ച് പേര് കാണും. എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡായിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഈ പടത്തിന് വരുന്നത്. ചിലവർക്ക് വർക്കാത്തില്ല. ഇപ്പോൾ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ കാണുമ്പം എനിക്ക് അത്ര വർക്കായില്ല. പക്ഷെ ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ അത് എൻ്റെ കുഴപ്പമായിരിക്കും, എൻ്റെ സിനിമയുടെ കാണുന്നതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും അത്. ചിലവർക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ഞാനത് OTT കാണുമ്പോൾ അത് മുഴുവൻ ഇതുവരെയും കണ്ടു തീർത്തിട്ടില്ല ആ സിനിമ. പക്ഷേ ആവാസ വ്യൂഹമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഞാൻ മുഴുവൻ കണ്ടിട്ടുണ്ട്. അന്നേരം ഗഗനചാരിയുടെ ഒക്കെ ഒരു വിഭാഗത്തിൽ വരുന്നൊരു പടമാണ് ഈ മസ്തിഷ്ക മരണം. അന്നേരം രജീഷ വിജയ് നന്നായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിരഞ്ജൻ മണിയമ്പൾ രാജുവിൻ്റെ മോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ക്രൂസ് എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കൃഷാന്തിൻ്റെയൊക്കെ നല്ല ഡയറക്ഷനാണ്. വെറൈറ്റി തീമാണ്, അതിനാണ് കയ്യടി കൊടുക്കുന്നത്. വെറൈറ്റി തീമൊക്കെയാണ്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ വർക്കായോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ വർക്കാകത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം തിയേറ്ററിൽ ഇരിക്കുമ്പം കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ പകുതി പേർക്ക് ഇഷ്ടം തോന്നും, പകുതി പേർക്ക് ഇഷ്ടം തോന്നത്തില്ല. അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ കമൻസ് ഇടുക. എന്തായാലും കൃഷാന്ത് ഒരു ഗംഭീര ഡയറക്ടറാണ്. ഇനി അങ്ങോട്ടുള്ള സിനിമകളിൽ വ്യത്യസ്തമായ തീമുകൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഡേറ്റ് ഉള്ള ഒരു ഡയറക്ടറാണ്. ഓപ്പൺ ഡേറ്റ് ഉള്ള ഡയറക്ടറാണ്. നല്ല നല്ല തീമുകളും ഒക്കെ ആയിട്ട് വരും കൃഷാന്ത് എന്നുള്ള ഉറപ്പാണ്. ഒരു മോശം സിനിമയല്ല, എല്ലാവർക്കും ഒരുപോലെ ദഹിക്കത്തില്ല എന്നുള്ളൊരു തോന്നൽ മാത്രമാണ് എനിക്കകത്തുള്ളത്. ഓക്കെ.